ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ, ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ. അപ്പോൾ പിന്നെ നമുക്ക് ഇന്നത്തെ അപ്ഡേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ അപ്ഡേറ്റ് ഖത്തറിലുള്ള ആൾക്കാർക്കാണ് കേട്ടോ. ഖത്തർ ഐ ഡിയും NOC ഒക്കെ ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റാണ്. ജനറൽ ജോബ് നോക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റാണ് കേട്ടോ. ക്ലീനേഴ്സിൻ്റെയാണ് വേക്കൻസി ഇട്ടിരിക്കുന്നത്. കാൻഡിഡേറ്റ് സോൺ എന്ന് പറഞ്ഞ് മാൻ പവർ റിക്രൂട്ടിംഗ് ഏജൻസിയാണ് കേട്ടോ. അവരുടെ സൈറ്റിൽ 3 മാസത്തേക്കാണ് ഈ വേക്കൻസി കേട്ടോ. ഏതോ ഇവൻറ്റിന് വേണ്ടിയായിരിക്കും. അപ്പോൾ 3 മാസത്തേക്ക് അവർ ക്ലീനേഴ്സിൻ്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഖത്തർ ഐ ഡിയും NOCയും അതുപോലെ തന്നെ എക്സ്പീരിയൻസും ഉള്ള ആൾക്കാരെയാണ് അവർ നോക്കുന്നത് കേട്ടോ. ക്ലീനേഴ്സിൻ്റെ ആരെങ്കിലും ക്ലീനറിൻ്റെ ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ കാൻഡിഡേറ്റ് സോണിൻ്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുക കേട്ടോ. ഇല്ലെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഇൻഫർമേഷൻ ഫോർവേഡ് ചെയ്ത് തരാം. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് സോണ് തന്നെ നേഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. അതായത് ANMകാർക്കൊക്കെ അപ്ലൈ ചെയ്യാം. പ്ലസ് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 5 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. ANM പ്ലസ് 5 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. അതായത് ഓട്ടിസം കെയറിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അതിന് ഖത്തർ ഐ ഡിയും NOC ഒക്കെ വേണം. വേക്കൻസി ഇട്ടിരിക്കുന്നത് കാൻഡിഡേറ്റ് സോൺ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കാൻഡിഡേറ്റ് സോണിൻ്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുക, അപ്ലൈ ചെയ്യാം കേട്ടോ. ഇൻഫർമേഷൻ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അടുത്ത വേക്കൻസി എലൈറ്റ് മെഡിക്കൽ സെൻറ്ററിൻ്റെ ആണ് കേട്ടോ. എലൈറ്റ് മെഡിക്കൽ സെൻറ്ററിൻ്റെ വെബ്സൈറ്റിൽ അവർ HR-ൻ്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, HR-ൻ്റെ വല്ല വേക്കൻസിയും കാണാറുണ്ടോ എന്ന്. അപ്പോൾ എലൈറ്റ് മെഡിക്കൽ സെൻറ്ററിൽ സൈറ്റിൽ അവർ ഇട്ടിട്ടുണ്ട്. അത് അവർ ചോദിച്ചിരിക്കുന്നത്, അതായത് ഇവിടുത്തെ QCHP ലൈസൻസ് ഒക്കെ അതിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് അവർ നോക്കുന്നത് കേട്ടോ. MOPH രജിസ്ട്രേഷനിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയാണ് അവർക്ക് HR-ലേക്ക് വേണ്ടത്. HR വേക്കൻസി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിൻ്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിന് അവർ ചോദിച്ചിരിക്കുന്നത് ബാച്ചിലർ ഡിഗ്രി ഇൻ ഒക്യുപേഷണൽ തെറാപ്പി പ്ലസ് QCHP ലൈസൻസ് എടുക്കാനുള്ള എലിജിബിലിറ്റി വേണം. അതുപോലെ തന്നെ ഇംഗ്ലീഷും അറബിക്കും ഒക്കെ സംസാരിക്കാൻ അറിയുന്നവർക്കാണ് ആ വേക്കൻസി കേട്ടോ. അതുപോലെ തന്നെ അവർ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റിൻ്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. അതിനും അവർ ചോദിക്കുന്നത് ബാച്ചിലർ ഡിഗ്രിയാണ് പ്ലസ് QCHP ലൈസൻസ് എടുക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷിലും അറബിയിലും ഒക്കെ സംസാരിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അപ്പോൾ ഈ 3 വേക്കൻസിയാണ് എലൈറ്റ് മെഡിക്കൽ സെൻറ്ററിൻ്റെ സൈറ്റിൽ അവർ ഇട്ടിരിക്കുന്നത്. അതായത് HR-ൻ്റെ വേക്കൻസി ഉണ്ട്, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിൻ്റെ വേക്കൻസി ഉണ്ട്, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റിൻ്റെ വേക്കൻസി ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഖത്തറിൽ ആരെങ്കിലും ജോലി നോക്കുന്ന ഫാർമസിസ്റ്റുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഡിപ്ലോമ ഫാർമസിയോ അല്ലെങ്കിൽ ബാച്ചിലർ ഇൻ ഫാർമസിയോ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഖത്തർ ഐ ഡി ആയിട്ട് ഖത്തറിലുണ്ടെങ്കിൽ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒരു വേക്കൻസി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണെന്നാണ് അവരതിനകത്ത് മെൻഷൻ ചെയ്യുന്നത്. പക്ഷേ ലോക്കലി അവൈലബിൾ ആയിരിക്കണം. പക്ഷേ ആപ്ലിക്കൻ്റ് ഹെൽത്ത് കെയർ വിസയിൽ ആയിരിക്കരുതെന്നും അവരതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫാർമസി ടെക്നീഷ്യൻ്റെതും ഫാർമസിസ്റ്റിൻ്റെയും വേക്കൻസിയാണ് ഖത്തറിൽ ലോക്കൽ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർക്കാണ്. പക്ഷേ ആപ്ലിക്കൻസ് പിന്നെ ഹെൽത്ത് കെയർ റിലേറ്റഡ് വിസയിലുള്ളവരാകരുത് എന്നവരതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പറയാനുള്ളത്, ഒരു HR അനലിസ്റ്റിൻ്റെ വേക്കൻസി കണ്ടിട്ടുണ്ടായിരുന്നു. വേക്കൻസി ഇട്ടിരിക്കുന്നത് യുണൈറ്റഡ് മാൻ പവർ ഏജൻസിയാണ്, HR അനലിസ്റ്റ്. അപ്പോൾ HR അനലിസ്റ്റ് ഇതിലൊക്കെ എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉള്ള ആൾക്കാർ യുണൈറ്റഡ് മാൻ പവറിൻ്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുക. അതിൻ്റെ അകത്ത് HR അനലിസ്റ്റിൻ്റെ വേക്കൻസി കിടപ്പുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു അക്കൗണ്ടൻറ്റിൻ്റെ വേക്കൻസി കണ്ടിട്ടുണ്ടായിരുന്നു. അക്കൗണ്ടൻറ്റിൻ്റെ വേക്കൻസി സെമി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണെന്നാണ് അവരതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതിന് അവർ ചോദിച്ചിരിക്കുന്നത് അക്കൗണ്ടിങ്ങിലുള്ള ഡിഗ്രി പ്ലസ് 8 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 8 years ഓഫ് എക്സ്പീരിയൻസ് പ്ലസ് CMA CPA സർട്ടിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിലൊക്കെ പ്രിഫറൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലോക്കലി അവൈലബിൾ ആയിട്ടുള്ളവർക്കാണ് വേക്കൻസി. NOCയും ഖത്തർ ഐ ഡിയൊക്കെ വേണം കേട്ടോ. അപ്പോൾ മെയിനായിട്ടും ഇന്നത്തത് എലൈറ്റ് മെഡിക്കൽ സെൻറ്ററിൻ്റെ വേക്കൻസിയാണ്. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റ്, HR കേട്ടോ. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് സോണിൻ്റെ ക്ലീനേഴ്സിൻ്റെയും അതുപോലെ തന്നെ നേഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെ വേക്കൻസിയും. അക്കൗണ്ടൻസിയുടെ ജോലി നോക്കുന്നവരൊക്കെ പിന്നെ യുണൈറ്റഡ് മാൻ പവർ ഏജൻസിയുടെ സൈറ്റ് വിസിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ
ഇത്രയൊക്കെയാണ് ഇന്നത്തെ അപ്ഡേറ്റ്സ്. അപ്പോൾ ജോലി നോക്കുന്നവരൊക്കെ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ജോലി അന്വേഷിക്കുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഖത്തറിലൊക്കെ ഉള്ളവർ ജോലി അന്വേഷിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആരെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തിട്ട് ആർക്കെങ്കിലുമൊക്കെ കിട്ടട്ടെ. അപ്പോൾ അപ്ലൈ, വിൻ ആൻഡ് എൻജോയ്. താങ്ക് യു സോ മച്ച്.